ഓം തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. കോളിയാടൻ ആൻഡ് വിജി ഹിയർ വിത്ത് അനദർ എപ്പിസോഡ് വിത്ത് തിരുനേത്രം ഫാമിലി. ഞങ്ങളുടെ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്നു. ഇത് എങ്ങനെയാണ്, എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ഗുരു നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ? നമ്മളെല്ലാവരും നമ്മൾ പഠിക്കുന്ന സമയത്ത് അധ്യാപകരെയാണ് കണ്ടിരിക്കുന്നത്. ഈ അധ്യാപകരെ നമ്മൾ ഗുരു എന്ന് വിളിക്കാറുണ്ട്. അധ്യാപകരും ഈ ഗുരുവും ഒന്നാണോ? അതോ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഞാൻ കുറച്ചുനാളായി മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഒരു വഴികാട്ടിയാണ്. ജീവിതത്തിന് ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജി പാസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗുരു. അധ്യാപകർ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരാളാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നു. അതാണ് ഒരു അധ്യാപകൻ, ടീച്ചർ എന്ന് പറയുമ്പോൾ. ഗുരു എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു വാക്കായോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലൂടെയോ നമ്മളെ മുമ്പോട്ട് നയിക്കാനുള്ള ഒരു എനർജി തരുന്ന ഒരു വ്യക്തിയാണ് ഗുരു. ഒരുപാട് ഗുരുക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇന്നത്തെ കാലത്തും മുമ്പും നമ്മൾ വായിച്ചറിഞ്ഞ ഒരുപാട് കാര്യങ്ങളിലും ഗുരുക്കളെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഭാരതത്തിലെ ആര്യഭട്ട, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു ഗുരുവിന്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും എപ്പോഴും വഴക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു ഗുരു, ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു ഗുരു ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ നമുക്കൊരു ചില സമയത്ത് നമ്മൾ ജീവിതത്തിൽ എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചില സമയത്ത് നമ്മുടെ ലിപ്സ് ടേപ്പ് കൊണ്ട് മറച്ചു വെക്കണമെന്ന്. അതായത് അതൊരു നല്ല കാര്യമാണ്. അത് ചില സമയത്ത് നമ്മൾ മൗനം പാലിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. ഇപ്പൊ വഴക്കുണ്ടാവുകയാണെങ്കിലും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഗുരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, വഴികാട്ടിയാണ് നമ്മുടെ. അത് മാത്രമല്ല, നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളെ, അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മളെ മുന്നോട്ട് സന്തോഷത്തോടെ കൊണ്ടുപോകാനുള്ള ഒരു വഴി പറഞ്ഞു തരും. അധ്യാപകർ, ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അതായത് സിലബസിനനുസരിച്ച് നമുക്ക് പറഞ്ഞു തരും. നമ്മളത് കേട്ട് വെദർ ഇറ്റ്സ് നീഡഡ് നമ്മൾ എടുത്തിട്ട് ബാക്കി കളയും. അതാണ് ഒരു ടീച്ചേഴ്സും ഗുരുവും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്. സമൂഹത്തിൽ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഒരു മൂവി സ്റ്റാറിനെയോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റിലുള്ള ആരുടെയെങ്കിലും, അല്ലെങ്കിൽ ഫുട്ബോൾ, അങ്ങനെ യങ്സ്റ്റേഴ്സ് ഫുള്ള് അവരെയാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമയിലെ ആയാലും ആ ഒരു വയലൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. അപ്പൊ അത് ഈ യങ്സ്റ്റേഴ്സിന്റെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമ്മൾ ഇരിക്കുന്ന ലോകം അങ്ങനെയാണ് ഇപ്പോഴും. സോഷ്യൽ മീഡിയ, അതായത് ഇൻഫ്ലുവൻസേഴ്സ്, ഇങ്ങനെ ഒരുപാട് പുതിയ ടേംസ് ഒക്കെ വന്നു. ഇതൊരു മേ ബി 10 years അല്ലെങ്കിൽ അത് കുറച്ച് നാളായി കാണുള്ളൂ. യൂട്യൂബോ റീൽസോ അതൊക്കെ കാണുമ്പോൾ അതിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഒരുപാട് ന്യൂസും കാണാം. അതായത് അതിനുവേണ്ടി പബ്ലിക്കായിട്ട് ചിലവര് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ന്യൂസൊക്കെ കാണാം. പക്ഷെ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു, നമുക്കതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എല്ലാവർക്കും 24 hours ആണ് ഉള്ളത്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനും ഉറങ്ങാനും ഇതിനൊക്കെ അതിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മൾ സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നെല്ലാവരും പറയും. പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്നുണ്ടോ? അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് ഇന്നത്തെ തലമുറയ്ക്കോ റീൽസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയ ആൾക്കാർക്കോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അത് അത്രത്തോളം
സ്വാധീനിക്കുന്നു, നമുക്ക് എത്രത്തോളം അതിന് മാറാൻ പറ്റും എന്നുള്ളത് നമ്മുടെ നമ്മുടെ ചിന്താഗതിക്കനുസരിച്ചിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഇൻഫ്ലുവൻസ്, അത് നമുക്ക് നമ്മളെ മുമ്പോട്ട് നയിക്കാനും ജീവിതത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും നമ്മളെ കൊണ്ടുപറ്റും. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് ചില റീൽസിലൊക്കെ കാണാം, ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തു അതാണ് ഇങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ പറയുന്നേക്കാം പബ്ലിക്കായിട്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് കരയുന്ന വീഡിയോ അവരോട്, എന്നിട്ട് 3-ാമത്തെ ദിവസം മാപ്പ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അത് അവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരെ അറിയിക്കുക, മറ്റുള്ളവരെ കാണുവാണ്. തിരിച്ച് അവർക്കുള്ള ബെനിഫിറ്റോ അതിനുള്ള ട്രോമയോ അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാതൊന്നുമില്ല. പക്ഷെ റിയൽ ലൈഫിൽ നമ്മുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റുന്നത് ചിലപ്പോൾ മെഡിറ്റേഷനോടുകൂടെയോ ഒരു ഗുരുവിന്റെ ഗുരുവചനങ്ങളിലൂടെയോ ആയിരിക്കും. അതുപോലെ ഞാൻ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഗുരുജി പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ സങ്കടങ്ങൾ നമ്മൾ ആരോടും പറയണ്ട എന്നാണ്. അതായത് സ്വന്തം എക്സ്പീരിയൻസിനെ നോക്കിയാൽ മതി. ഇപ്പൊ ഒരു സങ്കടം നമുക്കുണ്ട്, അത് നമ്മളുടെ വേണ്ടപ്പെട്ടവരടുത്ത് അല്ലെങ്കിൽ ആരെയെങ്കിലും കൂട്ടുകാരടുത്തോ വിളിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ എനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ എനിക്കത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ആശ്വാസം കിട്ടും. അപ്പോ പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക്. ഞാൻ എന്റെ സങ്കടം ഞാൻ ഒരാളെ ഈ 3rd ഡയമെൻഷനിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ വേറൊരു വ്യക്തിനെ അറിയിച്ചത് കൊണ്ട് എനിക്ക് അതിന് യാതൊരു സൊല്യൂഷനും കിട്ടുന്നില്ല. പോരാത്തതിന് എന്റെ കർമ്മബലം ഞാൻ ആ വ്യക്തിക്കും കൂടി കൊടുക്കുകയാണ്. അതായത് കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്ന ആ കർമ്മ തിയറി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, ഫ്രീ ആയിട്ട് ഞാൻ എന്റെ കർമ്മഫലം അല്ലെങ്കിൽ എന്റെ കുറച്ച് ദോഷങ്ങൾ ഞാൻ ഫോൺ വിളിച്ച് ആ ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ വിളിക്കുന്ന വ്യക്തിയിലേക്ക് ആ കർമ്മ എത്തുവാണ്. അപ്പോ എനിക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് എവിടെ നിന്ന് ആശ്വാസം കിട്ടിയത് ഞാൻ കുറച്ച് അങ്ങോട്ട് കൊടുത്തു. അപ്പോ അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ ഇടപഴകുന്ന ഓരോ കാര്യത്തിലും ഈ കർമ്മ ട്രാൻസ്ഫർ അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇതുപോലെ മണി ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയായിട്ട് ഇടപഴകുമ്പോഴോ എല്ലായ്പ്പോഴും അതാണ് നമ്മൾ ധർമ്മത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ധർമ്മത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ഗുരു അഡ്വൈസ് ചെയ്യുന്നതിന്റെ കാര്യം തന്നെ അതാണ്. കാരണം നമ്മൾ എനർജി ട്രാൻസാക്ഷൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടോ ഇങ്ങോട്ട്. കർമ്മ ട്രാൻസ്ഫർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പലർക്കും അത് അറിയില്ലായിരിക്കും. ഞാനും അത് മനസ്സിലാക്കിയത് തസ്മൈ ഗുരുജി പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ മണി ട്രാൻസാക്ഷൻസ് എങ്ങനെ നടക്കുന്നുവോ അല്ലെങ്കിൽ ഈ എനർജി ട്രാൻസാക്ഷൻസ് എല്ലാ കാര്യങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സംസാരത്തിലായാലും നമ്മളെ എന്ത് ചെയ്യുമ്പോഴും ആ എനർജി ട്രാൻസാക്ഷൻസിന്റെ റിസൾട്ട് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് അല്ലെ ഓൾവേസ് ഫീൽ അറൌണ്ട് വിത്ത് പോസിറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നതിന് കാരണം തന്നെ അതാണ്. ഇപ്പോൾ ഒരേ ചിന്താഗതിയുള്ള സത്സംഗം, അതായത് നല്ല ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് നല്ലത് വന്നു ചേരും. ബാഡ് കൂട്ടുകെട്ടിലോട്ട് നമ്മുടെ യൂത്ത് എത്തിപ്പെടുമ്പോൾ മോശം അത് നാശത്തിലേക്ക് പോകുന്നു. ബാഡ് എനർജി. അപ്പോൾ ഈ ഗുഡ് എനർജി ബാഡ് എനർജി, ഗുഡ് ഉണ്ടെങ്കിൽ ബാഡും ഉണ്ട് എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അതെ അതെ. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ 5 സെൻസസ് അതുപോലെ 7 ഇന്ദ്രിയം ഉണ്ടെന്ന് നമുക്ക് ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബുദ്ധിയും മനസ്സും അടുത്ത 2 ഇന്ദ്രിയങ്ങൾ കൂടിയുണ്ട്. മനുഷ്യന് 7 ഇന്ദ്രിയമാണുള്ളത്. അപ്പോ ഈ ബുദ്ധിയും മനസ്സിനെ ആരും മനസ്സിലാക്കുന്നില്ല. ഈ ബുദ്ധിയും മനസ്സിനെയും ഇന്ദ്രിയമായിട്ട് കണക്കാക്കിയിട്ട് പോലുമില്ല ഇപ്പോഴത്തെ സമൂഹം. ഇത് നമ്മളുടെ ഉള്ളിലേക്ക് എന്തൊക്കെ കൊടുക്കുന്നോ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. നല്ല കാര്യങ്ങൾ കൊടുത്താൽ നമ്മളിലേക്ക് നല്ലത് വരും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു മൂവി കരയുന്ന സീൻ കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ കരയുന്നു? നമ്മൾ ആ ഒരു ഇമോഷനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അത് ഫീൽ ചെയ്യാണ്. വല്ല കാര്യമുണ്ടോ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് കരയുന്ന സിനിമ കാണാൻ? സിനിമ കാണണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്.
അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഗുരുവിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഗുരു ശ്രീനാരായണ ഗുരു, അതായത് 100 years അതിനു മുമ്പാ. അപ്പോ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഇന്നും റെലവെന്റ് ആണ്. എക്സാമ്പിൾ ടെക്നോളജിയെ കുറിച്ച് ഗുരു അന്ന് പറഞ്ഞ കാര്യം ഇന്നും എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോ അതാണ് ഒരു ഗുരു എന്ന് പറയുമ്പോൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ ചൈതന്യം, ആ ഒരു ഓറ എന്ന് പറയുന്നില്ലേ, അത് നമ്മള് ഇന്നത്തെ തലമുറയിൽ എത്രത്തോളം ആൾക്കാർ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോഴും ആൾക്കാർ റിസർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയാ, ആ ഒരു എക്സ്പീരിയൻസ്, അറിയുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്, പിന്നെ ഗുരുവിന്റെ ആ നോളജിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മളിൽ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളത് അറിയണം, അത് അനുഭവിച്ചറിയുന്നത് ഗുരുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ്. ഗുരുവിനെ കുറിച്ച് നമ്മൾ തിയറിറ്റിക്കലി മനസ്സിലാക്കുന്നത് തസ്മൈ ഗുരുജിയുടെ മെഡിറ്റേഷനിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതാണ് വേറൊരു ഹൈലൈറ്റ്. അതായത് ഗുരുദേവനെ പറ്റിയിട്ട് എനിക്ക് അധികമൊന്നും അറിയില്ല. നമ്മൾ പഠിക്കുന്ന സെന്റൻസ് ആണ് നവോത്ഥാന നായകൻ കേരളത്തിന്റെ. എല്ലാവരും ആദ്യം പറയുന്ന ആ ഒരു സെന്റൻസ് തന്നെയായിരുന്നു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഇങ്ങനെ ആ 3 വാക്കുകൾ പറയുന്നതല്ലാതെ അതിന്റെ ഇന്നർ മീനിങ് ആർക്കെങ്കിലും അറിയാവോ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. തസ്മൈ ഗുരുജി ഇങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്. ഒരു ജാതി എന്ന് പറഞ്ഞാൽ ശരീരം, ആകൃതി, രൂപം, സ്വരം, ഗന്ധം, സ്പർശം ഇതെല്ലാം അനുസരിച്ച് ജാതി നിർണയിക്കാം. മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്, മൃഗങ്ങൾ എല്ലാം ഒരു ജാതിയാണ്, പക്ഷികളെല്ലാം ഒരു ജാതിയാണ്. അതിൽ തന്നെ കാക്ക, പശു, പട്ടി, കോഴി, ആട് എല്ലാം മറ്റൊരു ജാതിയാണ്. ഇങ്ങനെ പോകുന്നു. ഒരു മതം എന്നാൽ അഭിപ്രായം. സത്യദർശികളായ ഗുരുക്കന്മാരുടെ ദർശനങ്ങളാണ് മതം. മതങ്ങളുടെ ലക്ഷ്യം ആത്മസുഖമാണ്. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും നിലകൊള്ളുന്നത് ആത്മസുഖത്തിനു വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരുടെയും മതം അല്ലെങ്കിൽ അഭിപ്രായം എന്നത് ആത്മസുഖമാണ്. ഒരു അഭിപ്രായമാണ് വേണ്ടത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യന് ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു ഒരു ഗോഡ്. ഈ ഒരു മതം എന്നുള്ളത് ഇതൊന്നും ഇങ്ങനെ ഒരു അഭിപ്രായം എന്ന് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ ഇതിനെ പലതായിട്ടും വിഭജിച്ച് അതിന്റെ പുറകെ പോയി അത് വർഗീയതയായി, അടിയായി, ബുദ്ധിമുട്ടായി. ഇപ്പൊ എല്ലാവരും തമ്മിൽ തല്ലി നിന്റെ അത് നല്ലത്, എന്റേത് നല്ലത് എന്ന് പറഞ്ഞ് നമ്മള് വാദിക്കാനും അടികൂടാനും നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഗുരു പറയുന്നത് മനസ്സിലാക്കാതെയാണ് ഇപ്പോഴത്തെ സമൂഹം ജീവിക്കുന്നത് തന്നെ. ഇപ്പൊ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത്. ഇങ്ങനെ പല കാര്യങ്ങളും. നമുക്കിനി അടുത്ത ഒരു എപ്പിസോഡില് കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിക്കാം. നന്ദി, നമസ്കാരം.